ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് സ്വന്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആധാർ കാർഡ് പൂർണ്ണമായും നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മറ്റ് ഔദ്യോഗിക രേഖകൾ ഉപയോഗിച്ച് പാൻ കാർഡ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇനി മുതൽ അതിന് സാധ്യതയില്ല. നികുതി വെട്ടിപ്പുകൾ തടയുന്നതിനും ഒരേ വ്യക്തി തന്നെ ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വെച്ച് നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുമാണ് സർക്കാർ ഈ കടുത്ത തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ആധാർ വിവരങ്ങളുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്ന അപേക്ഷകൾ മാത്രമേ ഇനി മുതൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഈ പുതിയ പരിഷ്കാരത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പേരുകളിലും മറ്റ് വ്യക്തിഗത വിവരങ്ങളിലുമുള്ള കൃത്യതയാണ്. അപേക്ഷകന്റെ പേര്, ജനനത്തീയതി, ലിംഗഭേദം എന്നിവ ആധാർ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് തുല്യമായി തന്നെ പുതിയ പാൻ അപേക്ഷാ ഫോമിലും പൂരിപ്പിക്കേണ്ടതുണ്ട്. അക്ഷരങ്ങളിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും അപേക്ഷകൾ നിരസിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതിനാൽ പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നവർ തങ്ങളുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ കൃത്യമാണെന്ന് ആദ്യം തന്നെ ഉറപ്പുവരുത്തണം. വിവരങ്ങളിലെ ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അവ ആദ്യം തിരുത്തിയ ശേഷമേ പാൻ കാർഡിനായി അപേക്ഷിക്കാവൂ. പാൻ കാർഡും ആധാർ കാർഡും തമ്മിലുള്ള ഈ കർശനമായ കൂടിച്ചേർക്കൽ വഴി രാജ്യത്തെ വ്യാജ അക്കൗണ്ടുകൾ ഇല്ലാതാക്കാനും അതുവഴി കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാനും സാധിക്കുമെന്നാണ് ധനകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന നികുതിദായകർക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 15 വരെ നീട്ടിയിട്ടുണ്ട്. സാധാരണയായി ജൂലൈ 31-നുള്ളിൽ ITR ഫയലിംഗ് പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ പുതിയ നികുതി പോർട്ടലിലെ സാങ്കേതിക നവീകരണങ്ങളും നികുതിദായകർക്ക് തങ്ങളുടെ സാമ്പത്തിക രേഖകൾ കൃത്യമായി ഒത്തുനോക്കുന്നതിനുള്ള അധിക സമയവും കണക്കിലെടുത്താണ് കേന്ദ്ര ധനമന്ത്രാലയം ഈ തീയതി നീട്ടി നൽകാൻ തീരുമാനിച്ചത്. അവസാന നിമിഷത്തെ തിരക്കുകളും വെബ്സൈറ്റിലെ സാങ്കേതിക തകരാറുകളും കാരണം ഒട്ടനവധി പേർക്ക് കൃത്യസമയത്ത് നികുതി ഫയൽ ചെയ്യാൻ സാധിക്കാറില്ലായിരുന്നു. ഈ പ്രതിസന്ധിക്കാണ് പുതിയ തീരുമാനത്തിലൂടെ താൽക്കാലിക പരിഹാരമായിരിക്കുന്നത്. തീയതി നീട്ടിയത് വഴി നികുതിദായകർക്ക് തങ്ങളുടെ ഫോം 26 AS, ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നിവയിലെ വിവരങ്ങൾ ബാങ്ക് പലിശ വരുമാനങ്ങളുമായും ഓഹരി വിപണിയിലെ ലാഭ വരുമാനങ്ങളുമായും കൃത്യമായി ഒത്തുനോക്കാൻ ആവശ്യത്തിന് സമയം ലഭിക്കും. നിശ്ചിത തീയതിയായ സെപ്റ്റംബർ 15-നുള്ളിൽ തന്നെ റിട്ടേൺ സമർപ്പിക്കാത്തവർ കനത്ത പിഴ നൽകേണ്ടി വരും എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. വരുമാനം 5 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് 5000 രൂപ വരെയും അതിൽ താഴെയുള്ളവർക്ക് 1000 രൂപ വരെയും വൈകിയ വേളകളിൽ പിഴ ഈടാക്കാവുന്നതാണ്. അതോടൊപ്പം കൃത്യസമയത്ത് നികുതി റിട്ടേൺ സമർപ്പിക്കുന്നത് ഭാവിയിൽ ബാങ്ക് വായ്പകൾ ലഭിക്കുന്നതിനും വിദേശ വിസ നടപടികൾ വേഗത്തിലാക്കുന്നതിനും അത്യന്താപേക്ഷിതമായതിനാൽ നികുതിദായകർ ഈ അധിക സമയം പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇന്ത്യയിലെ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ആണിക്കല്ലായ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ UPI ഇടപാടുകളിൽ ഉപഭോക്താക്കൾ നേരിട്ടിരുന്ന ഏറ്റവും വലിയ തലവേദനയ്ക്കാണ് ജൂലൈ 1 മുതൽ പരിഹാരമാകുന്നത്. ഡിജിറ്റൽ പണമിടപാടുകൾ നടത്തുമ്പോൾ സാങ്കേതിക തകരാറുകൾ മൂലം പണം അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെടുകയും എന്നാൽ അത് വ്യാപാരിക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ സാധാരണമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ബാങ്കുകളെ സമീപിച്ച് റീഫണ്ട് അഥവാ ചാർജ് ബാക്ക് തുക തിരികെ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വളരെ സങ്കീർണവും സമയമെടുക്കുന്നതുമായിരുന്നു. എന്നാൽ പുതിയ ചട്ടങ്ങൾ പ്രകാരം ചാർജ് ബാക്ക് നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതവും വേഗത്തിലുള്ളതുമാക്കി മാറ്റിയിരിക്കുന്നു. പണം നഷ്ടപ്പെടുന്ന ഉപഭോക്താവിന് കൂടുതൽ സുരക്ഷിതത്വവും മാനസിക സമാധാനവും നൽകുന്നതാണ് ഈ പരിഷ്കാരം. പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു UPI ഇടപാട് പരാജയപ്പെടുകയോ അല്ലെങ്കിൽ തെറ്റായ അക്കൗണ്ടിലേക്ക് പണം അയക്കപ്പെടുകയോ ചെയ്താൽ ഉപഭോക്താവ് നൽകുന്ന പരാതിയിൽ നിശ്ചിത സമയത്തിനകം തന്നെ തീർപ്പുണ്ടാക്കാൻ ബാങ്കുകളും പേയ്മെന്റ് ആപ്പുകളും ബാധ്യസ്ഥരാണ്. ബാങ്കുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാലതാമസത്തിന് ഉപഭോക്താവിന് കൃത്യമായ നഷ്ടപരിഹാരം നൽകേണ്ട സാഹചര്യം വരെ പുതിയ നിയമങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ട്. ഇത് ഡിജിറ്റൽ പണമിടപാടുകളിലൂടെയുള്ള സാധാരണക്കാരുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. ഗ്രാമീണ മേഖലകളിൽ പോലും UPI സാങ്കേതികവിദ്യ കൂടുതൽ ജനകീയമാക്കാൻ ഈ പുതിയ റീഫണ്ട് നയം സഹായിക്കുമെന്നതിൽ തർക്കമില്ല. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിലൂടെ ഉപഭോക്തൃ സംരക്ഷണം ഒരു പുതിയ തലത്തിലേക്ക് ഉയരുകയാണ്. പുതിയ മാസം പിറക്കുന്നതോടെ രാജ്യത്തെ പ്രമുഖ പൊതുമേഖല സ്വകാര്യ ബാങ്കുകൾ തങ്ങളുടെ സേവന നിരക്കുകളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത്. ക്രെഡിറ്റ്
കാർഡുകളുടെ ഉപയോഗം, ATM വഴിയുള്ള പണം പിൻവലിക്കൽ, ബാങ്ക് ശാഖകൾ വഴിയുള്ള നേരിട്ടുള്ള പണ നിക്ഷേപവും പിൻവലിക്കലും എന്നിവയുമായി ബന്ധപ്പെട്ട ചാർജുകളാണ് പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് മേഖലയിൽ പ്രത്യേകിച്ച് റിവാർഡ് പോയിന്റുകളുടെ ഘടനയിലും വിമാനത്താവളങ്ങളിലെ ലോഞ്ച് ആക്സസ് ആനുകൂല്യങ്ങളിലും ബാങ്കുകൾ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിശ്ചിത തുകയിൽ കൂടുതൽ പ്രതിമാസം ക്രെഡിറ്റ് കാർഡ് വഴി ചെലവഴിക്കുന്നവർക്ക് മാത്രമേ ഇനി മുതൽ പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇത് ഉപഭോക്താക്കൾ തങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം പുനഃപരിശോധിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ATMകളിൽ നിന്നും സൗജന്യ പരിധിക്കപ്പുറം നടത്തുന്ന പണമിടപാടുകളുടെ നിരക്കുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓരോ ബാങ്കും തങ്ങളുടെ ശാഖയിൽ നേരിട്ടെത്തി നടത്തുന്ന പണനിക്ഷേപങ്ങൾക്കും പിൻവലിക്കലുകൾക്കും നിശ്ചിത പ്രതിമാസ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പരിധി ലംഘിച്ചാൽ വലിയ തുക സർവീസ് ചാർജായി ഈടാക്കും. പണരഹിത സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ബാങ്കുകളുടെ പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിനുമാണ് ഈ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നത്. ഉപഭോക്താക്കൾ തങ്ങളുടെ ബാങ്കുകളുടെ ഔദ്യോഗിക അറിയിപ്പുകൾ കൃത്യമായി ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് തങ്ങളുടെ മാസത്തെ സാമ്പത്തിക കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും വേണം. അനാവശ്യമായി ATM ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനും ഡിജിറ്റൽ ബാങ്കിംഗ് രീതികൾ പരമാവധി ശീലമാക്കാനും ഈ നിരക്ക് വർധനവ് നമ്മെ നിർബന്ധിതരാക്കും. ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന കോടിക്കണക്കിന് യാത്രക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്ന മറ്റൊരു സുപ്രധാന മാറ്റം തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗിലാണ് വരുന്നത്. തൽക്കാൽ ടിക്കറ്റുകൾ മിനിറ്റുകൾക്കുള്ളിൽ വിറ്റ് തീരുന്നതിനും ട്രാവൽ ഏജന്റുമാരും കരിഞ്ചന്തക്കാരും നടത്തുന്ന ക്രമക്കേടുകൾക്കും തടയിടാൻ റെയിൽവേ പുതിയ സംവിധാനം കൊണ്ടുവരുന്നു. ജൂലൈ 1 മുതൽ IRCTC പോർട്ടൽ വഴി തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള പുതിയ പരിശോധനാ സംവിധാനം ഘട്ടം ഘട്ടമായി നിർബന്ധിതമാക്കുകയാണ്. ടിക്കറ്റ് ബുക്കിംഗ് സമയത്ത് യാത്രക്കാരുടെ വ്യക്തിത്വം ഡിജിറ്റലായി പരിശോധിക്കുന്നതിലൂടെ വ്യാജ ഐഡികൾ ഉപയോഗിച്ച് ടിക്കറ്റുകൾ കൂട്ടത്തോടെ ബുക്ക് ചെയ്യുന്ന തട്ടിപ്പ് രീതികൾക്ക് ശാശ്വത പരിഹാരമാകും. ഈ പുതിയ സംവിധാനം വരുന്നതോടെ സാധാരണക്കാരായ യാത്രക്കാർക്ക് തൽക്കാൽ വിൻഡോ തുറക്കുന്ന സമയത്ത് തന്നെ ടിക്കറ്റുകൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടും. സോഫ്റ്റ്വെയറുകളും ബോട്ടുകളും ഉപയോഗിച്ച് ടിക്കറ്റുകൾ നിമിഷ നേരം കൊണ്ട് തട്ടിയെടുക്കുന്ന കരിഞ്ചന്തക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് ഇത് പൂർണ്ണമായും തടയിടും. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്ത ചില റൂട്ടുകളിലും ട്രെയിനുകളിലും മാത്രം നടപ്പിലാക്കുന്ന ഈ സുരക്ഷാ പരിശോധന പിന്നീട് രാജ്യത്തുടനീളം വ്യാപിപ്പിക്കാനാണ് റെയിൽവേ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ജൂലൈ 1 തീയതി മുതൽ രാജ്യത്ത് നടപ്പിലാക്കുന്ന ഈ മാറ്റങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് കൂടുതൽ സുരക്ഷിതവും സുതാര്യവുമായ ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയിലേക്കാണ്. സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ കൂടുതൽ ലളിതമാക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാരിനും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കുമുള്ളത്. നിയമങ്ങളിൽ വരുന്ന ഈ മാറ്റങ്ങൾ തുടക്കത്തിൽ ചിലർക്കെങ്കിലും നേരിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണ്. പൗരന്മാർ എന്ന നിലയിൽ ഈ മാറ്റങ്ങളോട് കൃത്യമായി പൊരുത്തപ്പെടുകയും നിയമങ്ങളനുസരിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ്. സമയപരിധികൾ പാലിച്ചും രേഖകൾ കൃത്യമായി സൂക്ഷിച്ചും മുന്നോട്ട് പോയാൽ ഈ പുതിയ മാറ്റങ്ങൾ നമ്മുടെ സാമ്പത്തിക ജീവിതത്തെ കൂടുതൽ സുഗമമാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.